ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. രാജുവിനോട് സംസാരിച്ചു കഴിഞ്ഞാ രാജു ഇഷ്ടമാണെങ്കിലും എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞ് ഒഴിയുകയാ പതിവ്. എന്താ രാജു, നിനക്ക് രമ്യ ഇഷ്ടമല്ലെന്നാണോ? എന്താ രതികെ, ഈ രാത്രി നിനക്ക് ഇവിടെ എന്താ കാര്യം? എന്റെ വീട്ടില് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ നിൽക്കും. നീ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. നിന്നെ ശരിയാക്കി തരാടി. അവനൊന്നും തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ. ഉള്ളില് അവന് നല്ല വിഷമമുണ്ട്. ഋതിക മാഡത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ ഉള്ളിലൊരു നീറ്റല്. വിധിയെടുക്കാൻ നമുക്കാവില്ല വേണോട്ടാ. രാജു ഋതികയും തമ്മിൽ പിരിയാതിരിക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യാനാവുന്നതൊക്കെ നമ്മൾ ചെയ്തില്ലേ? എല്ലാം ഇങ്ങനെ അവസാനിക്കുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്റെ മകന്റെ മനസ്സ് മുഴുവൻ വർമ്മ സാറിനോടുള്ള ഭയഭക്തി ബഹുമാന. ഋതിക മാഡത്തെ അവൻ പ്രണയിക്കുന്നുണ്ടെങ്കിലും അവനത് പുറത്തു കാണിക്കില്ല. എന്നും ആഗ്രഹങ്ങളെല്ലാം ഉള്ളിലൊതുക്കി പിന്നിലേക്ക് മാറി നിന്നിട്ടേ ഉള്ളൂ അവൻ. അതാ അവന് ശീലം. ഇല്ല വേണോട്ടാ, അങ്ങനെ രണ്ടു വഴിക്ക് അകന്നു പോവേണ്ടവരല്ല രാജു ഋതികയും. എന്റെ മകളുടെ ജീവിതം എന്തായെന്ന് ഭയന്ന് അവളെ കാണാൻ ഞാൻ ഇവിടേക്ക് തിരിച്ചു വന്നപ്പോ അവളുടെ ജീവിതം രാജുവിന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് അറിഞ്ഞ് ഞാൻ ഒരുപാട് സമാധാനിച്ചു. പക്ഷേ ഇപ്പൊ രാജുവിന്റെ കൂടെയല്ല അവളെന്ന് ഓർക്കുമ്പോ അംബികേച്ചിയുടെയും മകന്റെ ഇടയിലാണ് വീണ്ടും അവൾ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം എന്നെ ഭയപ്പെടുത്തുന്നു. ആ തലതിരിഞ്ഞ ദീപക്കിനെ കൊണ്ട് ഋതിക മാഡത്തെ വിവാഹം കഴിപ്പിക്കാനുള്ള അംബിക മാഡത്തിന്റെ ശ്രമമായിരിക്കും ഇനി ആ വീട്ടിൽ നടക്കാൻ പോണത്. ഒഴുക്കിനെതിരെ നീന്തിയെ പറ്റുമോ വേണോട്ടാ? എല്ലാം ഓക്കെ, ഓഡിറ്റിംഗ് കൊടുത്തോ? ശരി സാർ. ശേഖര, നമ്മുടെ പാർട്ടി പ്രവർത്തക ഫണ്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവോ മുടക്കോ വല്ലോ ഉണ്ടോ? ഇല്ലേട്ടാ, അതൊക്കെ രാജുവിന്റെ അണ്ടറിലാണല്ലോ. രാജു അതൊക്കെ കൃത്യമായി ചെയ്യാറുണ്ട്. ഗുഡ്. താങ്ക് യു സാർ. വീട്ടു രമ്യ, ഞാൻ വരാം, അങ്ങോട്ട് വരാം. എന്റെ പൊന്നു രമ്യ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അമ്മയൊന്നും മിണ്ടാതെ വാ. ഞാൻ പറയുന്ന കേട്ട് ഇവിടെ വരെ വന്നിട്ട് മുടക്കം പറയല്ലേ. വാ വാ അമ്മേ. നമസ്കാരം വർമ്മ സാറേ. ആ, നമസ്കാരം. ഞാനും അമ്മയും കൂടി വന്നത് വർമ്മ സാറിനോടൊരു പരാതി ബോധിപ്പിക്കാനാണ്. പരാതിയോ? എന്ത് പരാതി? സാറേ, വർമ്മ സാറ് വിചാരിക്കുന്നത് പോലെ സാറിന്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നടത്തി തരാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പരാതിയോ അപേക്ഷയോ ഒന്നുമല്ല. പിന്നെ സാർ, അത് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യം. രമ്യയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ? അതെന്ത് കാര്യമോ? അമ്മേ പറയ്. അത് രമ്യയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. ഈ രമ്യക്ക് കുറച്ചു നാളായിട്ട് രാജുവിനോട് ഭയങ്കര പ്രണയമായിരുന്നു. ഇവരുടെ വിവാഹം ഞങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചു വച്ചിരിക്കുമായിരുന്നു. ആ സമയത്താ രാജു ഋതികയെ വിവാഹം കഴിച്ച് രാജുവിന്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. അതോടെ ഇവളുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടമായി. പിന്നെ ഞാൻ ഇവൾക്ക് വേറെ വിവാഹ ആലോചനകൾ കൊണ്ടുവന്നു.
ഇവൾ അതിനൊന്നും സമ്മതിച്ചില്ല. അതിന് ചേട്ടൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നത്? രമ്യക്ക് ഇപ്പോഴും രാജുവിനോട് അതേ ഇഷ്ടമുണ്ട്. പക്ഷേ രാജുവിനോട് സംസാരിച്ചു കഴിഞ്ഞാ രാജു ഇഷ്ടമാണെങ്കിലും എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞ് ഒഴിയുകയാ പതിവ്. എന്താ രാജു, നിനക്ക് രമ്യ ഇഷ്ടമല്ലെന്നാണോ? അത് സാറേ, രമ്യ എന്നെക്കാളും സാമ്പത്തികമായി ഉയർന്നൊരു കുടുംബത്തിലാണെന്ന് സാറിനറിയാലോ. രമ്യയുടെ വീട്ടിലാ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. എനിക്കങ്ങനെ വലിയ വിവാഹ സങ്കല്പങ്ങളൊന്നും ഇല്ലെങ്കിലും രമ്യയെ പോലെ നല്ല ഭാവിയുള്ളൊരു കുട്ടിയെ എന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലേക്ക് വലിച്ചടിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ. അതുകൊണ്ടാ ഞാൻ രമ്യയുടെ കാര്യത്തില് അങ്ങനെ ഒരു തീരുമാനം എടുത്ത. പിന്നെ എന്റെ വിവാഹം രമ്യയായിട്ട് നിശ്ചയിച്ചു എന്ന് പറഞ്ഞത് അത് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല. എല്ലാവരും നിർബന്ധിച്ചപ്പോ ഞാൻ അതിന് സമ്മതിച്ചെന്നേ ഉള്ളൂ. കേട്ടില്ലേ രുക്മിണി ചേച്ചി, ഇതാണ് രാജുവിന്റെ അഭിപ്രായം. അവന് താല്പര്യമില്ലെങ്കിൽ പിന്നെ അവനെ ഫോഴ്സ് ചെയ്ത് ഇങ്ങനൊരു വിവാഹത്തിൽ നിർബന്ധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? സാമ്പത്തിക സാഹചര്യങ്ങളല്ലേ രാജുവിന്റെ പ്രശ്നം. അല്ലാതെ രാജുവിന് എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. രാജുവിനോ രാജുവിന്റെ അച്ഛനോ അമ്മയ്ക്കോ ചേച്ചിക്കോ ആർക്കും എന്നോടൊരു ഇഷ്ടക്കുറവുമില്ല. അവർക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാ. ഒരു ഹൗസ് ഓണറിന്റെ മകൾ എന്നതിലുപരി അവരെന്നോട് അടുപ്പം കാണിച്ചിട്ടുമുണ്ട്. പിന്നെ രാജുവിന്റെ സാമ്പത്തികമില്ലായ്മ എന്ന് പറയുന്നത് അതൊക്കെ എന്നാണെങ്കിലും മാറാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ എന്റെ അച്ഛനൊരു ചിട്ടിക്കമ്പനി നടത്തുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ രാജു നോക്കി നടത്തിയ രാജുവിന് നല്ലൊരു തുക സാലറി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ സാലറി ആയിട്ട് വേണ്ട, രാജുവിന് അതിനൊരു വീതം ലഭിക്കില്ലേ? പിന്നെ എന്നെ വിവാഹം കഴിക്കുന്നതോടെ അച്ഛന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ രാജുവിനെ ഏൽപ്പിക്കാൻ അച്ഛനും താല്പര്യമുണ്ട്.